പടിയൂർ പൂവംകടവിൽ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനുമായി സേവനം ചെയ്ത രക്ഷാപ്രവർത്തകരെ ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണൻ മൊമെന്റോ കൈമാറി. ദൌത്യത്തിൽ മട്ടന്നൂർ, ഇരിട്ടി നിലയങ്ങളിലെ സിവിൽ ഡിഫൻസുകാരും ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സും ജീവനക്കാരും NDRF സംഘവും ചേർന്ന് 3 ദിവസങ്ങളിലായി നടന്ന തെരച്ചിലിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പടിയൂർ പൂവമ്പുഴയിൽ കാണാതായ കല്യാട് സിഗ്ബ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെയും സിവിൽ ഡിഫൻസിനെയുമാണ് ആദരിച്ചത്. ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണനാണ് മൊമെന്റോ കൈമാറിയത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ NG അശോകൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് മാത്യു, K. രവീന്ദ്രൻ, PH നൌഷാദ്, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ അരുൺ B, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഡോളമി മുണ്ടാനൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മട്ടന്നൂർ, ഇരിട്ടി നിലയങ്ങളിലെ സിവിൽ ഡിഫൻസുകാരും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ സ്കൂബ ഡൈവേഴ്സും ജീവനക്കാരും 3 ദിവസങ്ങളിലായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3ാം ദിനത്തിൽ NDRF സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ജൂലൈ 2 വൈകുന്നേരമാണ് ചക്കരക്കൽ സ്വദേശിനി സൂര്യയെയും എടിയന്നൂർ സ്വദേശിനി ഷെഹർബാനിയെയും പൂവംകടവിൽ കാണാതായത്. ഈ സംഭവത്തിൽ പങ്കെടുത്ത നമ്മുടെ മട്ടന്നൂർ ഇരിട്ടി സിവിൽ ഡിഫൻസിൻ്റെ അംഗങ്ങളെ അനുമോദിക്കുക എന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അന്ന് തന്നെ നമ്മുടെ DFO സാറ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു അനുമോദനം നമുക്ക് തന്നിട്ടുണ്ട്. അതന്നെ വലിയൊരു അനുമോദനമാണ്. മറ്റൊരു വേൾഡിലും അവരങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ കണ്ടുവയ്ക്കില്ല. നമ്മൾ പോയി പ്രവർത്തനം ചെയ്തു വന്നു, അല്ലാതെ ഒരു വലിയൊരു ഓഫീസർമാരൊന്നും പറയുന്ന സ്ഥലത്തും വരാറില്ല. നമ്മുടെ സേനയെ സംബന്ധിച്ചിടത്തൊരു മോശം ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പിന്നെ ഇതിൽ നന്നായിട്ട് നമ്മുടെ DFO സാർ നമ്മുടെ മാർഗനിർദ്ദേശം നൽകി. പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചതോട് ആ രണ്ടാമത്തെ ബോഡി നമുക്ക് തന്നെ കിട്ടി. പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ സിവിൽ ഡിഫൻസ്, നമ്മുടെ സ്റ്റേഷൻ ജീവനക്കാർ, എല്ലാ രക്ഷാപ്രവർത്തകരെയും ഞാൻ